ഹായ്, മൈ വ്യൂസ് ബൈ ലക്ഷ്മിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കോളിൻ ഹൂവറിന്റെ തന്നെ ഒരു പുസ്തകമായിട്ടാണ്. ഈ പുസ്തകം വളരെ ഫേമസ് ആണ്, അഗ്ലി ലവ്. ഒരുപാട് ഹേറ്റേഴ്സിനെ സൃഷ്ടിച്ച ഒരു പുസ്തകമാണിത്. ഹേറ്റേഴ്സിനെ പോലെ തന്നെ അത് അത് ഉണ്ടാവാനുള്ള കാരണം എന്താ വെച്ചാൽ ഈ കഥ തന്നെയാണ്. അപ്പൊ ഞാൻ ഇതിലെ ഹേറ്റേഴ്സിൽ പെടുവോ ലവേഴ്സിൽ പെടുവോ എന്നുള്ളത് ഞാൻ പറയാം. അതിനു മുൻപേ ഞാൻ ഈ പുസ്തകത്തെ കുറിച്ച് പറയാം. അതായത് ഈ ബുക്ക് എന്ന് പറയുന്നത് അഗ്ലി ലവ്, ആക്ച്വലി പേര് പോലെ തന്നെ ലവ് തന്നെയാണ്. ഈ ടെൻസ് വിത്ത് അസോ അത് അല്ലെങ്കിൽ വെറിറ്റിയോ പോലത്തെ ഒരു ത്രില്ലർ അല്ലെങ്കിൽ ആ ഒരു മോഡൽ വരുന്ന ഒരു കഥയൊന്നും അല്ല ഇത്. കഥയുടെ പ്രൊട്ടാഗനിസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നത് ടേറ്റ് ആണ്, ടേറ്റ് കോളിൻസ്. അപ്പൊ ടേറ്റ് കോളിൻസ് സാൻ ഫ്രാൻസിസ്കോയിലേക്ക് വന്നിരിക്കുകയാണ് അവരുടെ മാസ്റ്റേഴ്സിന് വേണ്ടിയിട്ട്, നഴ്സിംഗില് മാസ്റ്റേഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ബ്രദറിന്റെ കൂടെ താമസിച്ച് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുകയാണ്. അപ്പൊ ബ്രദർ പൈലറ്റ് ആണ്, കോബ്സ് എന്നാണ് ആളുടെ പേര്. അപ്പൊ അവിടെ വെച്ചിട്ട് മൈൽസ് ആർച്ചർ എന്ന് പറയുന്ന ഒരാള് പരിചയപ്പെടുകയാണ്. അത് വേറെ ആരുമല്ല, കോബ്സിന്റെ തന്നെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ്. ഒരു മിസ്റ്റീരിയസ് ഫ്രണ്ട് ആണ്. അപ്പൊ ടേറ്റിന് ആളെ കണ്ടപ്പോ തന്നെ കുറച്ചധികം ഒരു ക്യൂരിയോസിറ്റി തോന്നി, ആളെ കുറിച്ച് മനസ്സിലാക്കാനും പരിചയപ്പെടാനും ഒക്കെ. ആള് വളരെ കാണാനും ബ്യൂട്ടിഫുൾ ആണ്, ഹാൻസം ആണ്. അതുപോലെ തന്നെ അയാളുടെ ഒരു പ്രസൻസ് ടേറ്റിനെ വല്ലാതെ അങ്ങ് അട്രാക്ട് ചെയ്യിപ്പിക്കുന്ന വിധത്തിലായിരുന്നു. പക്ഷെ ആള് ക്ലോസ് ആവും തോറും ടേറ്റുമായിട്ട് ക്ലോസ് ആവുന്നുണ്ടെങ്കിലും മൈൽസിന് കുറച്ചധികം റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. അതായത് റൂൾസ് എന്ന് പറയുന്നത് നോ ക്വസ്റ്റ്യൻസ് നോ ഫ്യൂച്ചർ. അതായത് ടേറ്റിനോട് ആദ്യമേ പറഞ്ഞിട്ടുണ്ട് ഇതിനൊരു ഫ്യൂച്ചർ ഉണ്ടാവില്ല, നമ്മൾ തമ്മിൽ എന്ത് റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിലും അതിനൊരു ഫ്യൂച്ചർ കാണത്തില്ല എന്ന് ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ടേറ്റും അതിനെ സമ്മതിച്ചുകൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയതെങ്കിലും ഇന്റിമസി കുറച്ച് കൂടിക്കൂടി വന്നപ്പോ സ്വാഭാവികമായിട്ടും അത് വേറൊരു രീതിയിലേക്ക് മാറ്റണം എന്നുള്ളത് ടേറ്റിനും തോന്നി തുടങ്ങി. അപ്പൊ ടേറ്റ് ഇതിനു വേണ്ടി അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്നു എന്ന് കണ്ടപ്പോ മൈൽസ് ശരിക്കും തന്നെ അതിനെ എതിർക്കുകയും പിന്നീട് അവൾക്ക് ഒരുപാട് വളരെ വിഷമകരമായ സന്ദർഭങ്ങളിലൂടെ പോകേണ്ടി വന്നു. അത് നമ്മൾ പെൺകുട്ടികൾക്ക് കൂടുതൽ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമായിരുന്നു. അപ്പോ പിന്നീട് ഇതിന്റെ ബുക്കിന്റെ എൻഡ് വരുന്നത് എങ്ങനെയാന്ന് ചോദിക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ഒരു ഹാപ്പി എൻഡിങ് തന്നെയാണ്. നമ്മൾ വിചാരിക്കുന്ന പോലെ തന്നെ കാര്യങ്ങളൊക്കെ നടന്നു വരും. പക്ഷെ ഒരുപാട് സ്ട്രഗിൾസ് ഈ ടേറ്റ് എന്ന് പറയുന്ന ആള് അനുഭവിക്കേണ്ടി വരുന്നുണ്ട്. അത് എന്നെ സംബന്ധിച്ചിടത്തോളം കുറച്ച് അധികം ഡൈജസ്റ്റ് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യമാണ്. ഞാൻ പറയുകയാണെങ്കിൽ പെൺകുട്ടികൾ ലവും അഫയേഴ്സും ഒക്കെ വരുമ്പോൾ നമ്മൾ എപ്പോഴും അതിനുള്ളൊരു ഫ്യൂച്ചറും കാണണം, അല്ലെ? അപ്പോ അത് കഴിഞ്ഞ് അതൊരു സെക്കൻഡ് ലെവലിലേക്ക് പോയി കഴിയുമ്പം പിന്നീട് വരുന്ന നമ്മുടെ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് നമ്മൾ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് അവർക്കൊരു വല്ലാത്തൊരു പാസ്റ്റ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കൂടുതൽ ഡൈജസ്റ്റ് ആവുന്ന ഒരു കാര്യമല്ല, അല്ലെ? അപ്പോ മൈൽസ് ഇവിടെ എതിർക്കാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ ഒരു പാസ്റ്റ് തന്നെയാണ്. പാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മോശമായിട്ട് വളരെ വിഷമയമേറിയ ഒരു അവസ്ഥയിലൂടെ പോകേണ്ടി വന്നത് കൊണ്ട് തന്നെയാണ് പിന്നീട് ഒരാളുമായിട്ടും മൈൽസിന് അടുക്കാൻ പറ്റില്ല അല്ലെങ്കിൽ വിവാഹം ആയിട്ടുള്ള ഒരു ബന്ധത്തിലോട്ട് പോകാൻ പറ്റില്ല എന്ന് തീരുമാനിക്കുന്നത്. ഇനി എന്റെ കാഴ്ചപ്പാട് ഞാൻ പറയാം, അല്ലെങ്കിൽ ഈ പുസ്തകം എനിക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ നിങ്ങളോട് പറയാം. അതായത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, തുറന്നടച്ച് ഞാൻ പറയാണ്. കോളിൻ ഹൂവറിന്റെ ഒരു വലിയ ആരാധികയായിട്ട് കൂടി എനിക്ക് ഈ പുസ്തകം ഒരുപാട് ഇഷ്ടപ്പെട്ടില്ല. ഒരുപാട് നല്ല ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് തന്നെ പറയാം. ഞാൻ ഈ ടെൻസ് വിത്തസും വെറിറ്റി ഒക്കെ വായിച്ചു കഴിഞ്ഞപ്പം കുറെ പേര് എന്നോട് സജസ്റ്റ് ചെയ്യേണ്ടായി, നീ വായിക്കേണ്ടത് അഗ്ലി ലവ് ആണ്, നിനക്ക് നന്നായി ഇഷ്ടപ്പെടുന്നു. ഇതിനകത്ത് ഒരു മെയിൻ കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും തന്നെ 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് ഞാനിത് സജസ്റ്റ് ചെയ്യില്ല. കാരണം അത്രമാത്രം അഡൽട്ട് കണ്ടന്റ്സ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. സിറ്റുവേഷന് വേണ്ടിയിട്ടാണോ എന്ന് പോലും തോന്നാത്ത രീതിക്ക്. അതായത് അഡൽട്ട് കണ്ടന്റ്സ് ഒക്കെ നമുക്ക് വായിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, നമ്മൾക്ക് ആ ഒരു ഫീലിങ്സും ആ ഒരു സിറ്റുവേഷനും അതനുസരിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഇത് അതല്ല, ഇത് വാരിവലിച്ച് അത് ടേക്കുവാണ്. അത് മാത്രമേ ഉള്ളൂ എന്ന് വരെ തോന്നിപ്പോവും. അങ്ങനെ ബോറിംഗ് ആയിട്ടുള്ള കുറെ പേജസ് വന്നു. പിന്നെ ഈ ഒരു ലൈഫ് അല്ലെങ്കിൽ ഇവൾക്ക് അനുഭവിക്കേണ്ടി വന്ന ആ സ്ട്രഗിള്, ശരിക്കും സെൽഫ് റെസ്പെക്ട് കളഞ്ഞു കുടിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അത് എന്നെ പോലുള്ള വ്യക്തികൾക്ക് ഒട്ടും ഇഷ്ടപ്പെടുന്ന ഒരു കാര്യമല്ല. ഒരാള് പ്രണയിക്കുന്നുണ്ടെങ്കിൽ പോലും തിരിച്ചൊന്നും പ്രതീക്ഷിക്കാതെ പ്രണയിക്കുക, അത് കഴിഞ്ഞിട്ട് അയാൾ അങ്ങ് പോവുക, അതൊന്നും നമ്മൾക്ക് ആലോചിക്കാൻ പറ്റുന്ന കാര്യമല്ല, അല്ലെ? അപ്പൊ കോളിൻ ഹൂവർ ഈ ഒരു സബ്ജക്ട് എടുക്കുമ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി നന്നായിട്ട് ഈ സബ്ജക്റ്റിനെ പഠിക്കണമായിരുന്നു, അല്ലെങ്കിൽ കുറച്ചും കൂടി നന്നായിട്ട് ഇത് എഴുതണമായിരുന്നു എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് വായിച്ചപ്പോ. അതുകൊണ്ട് തന്നെ ഈ ബുക്ക് എന്ന് പറയുന്നത് എനിക്ക് ഒട്ടും തന്നെ താല്പര്യപ്പെടാത്ത കോളിൻ ഹൂവറിന്റെ ഒരു ബുക്കാണ്. ഏതെങ്കിലും ഒരു ബുക്ക് കോളിൻ ഹൂവറിന്റെ വായിച്ചതിൽ ഇഷ്ടപ്പെടാത്തതുണ്ടെങ്കിൽ അത് ഡെഫിനറ്റ്ലി അഗ്ലി ലവ് തന്നെയാണ്. ഇതാണ് ഇതിനുള്ള കാരണം. നമുക്ക് ഡൈജസ്റ്റ് ആവാത്ത, നമുക്ക് ഒരിക്കലും ലൈഫിലോട്ട് കൊണ്ടുവരാൻ തോന്നാത്ത കുറെ കാര്യങ്ങളെ ഇങ്ങനെ കെട്ടിവലിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് കോളിൻ ഹൂവർ ഈ ഒരു അഗ്ലി ലവ് എന്നുള്ള ഈ ബുക്കിലൂടെ. അതാണ് എനിക്ക് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. അപ്പൊ ആരെങ്കിലുമൊക്കെ ഈ ബുക്ക് വായിക്കാനിരിക്കുന്നുണ്ടെങ്കിൽ വായിക്കണം. കാരണം എനിക്കുള്ള ഒപ്പീനിയൻ ആയിരിക്കില്ല നിങ്ങൾക്ക് ഉണ്ടാവുക.
ഞാൻ എപ്പോഴും പലരും എന്നോട് പറയാറുണ്ട്, ഇൻസ്റ്റയിലൊക്കെ വരുമ്പോ എന്നോട് പറയാറുണ്ട്, എപ്പോഴും ഞാൻ ഷുഗർ കോട്ട് ചെയ്തിട്ടാണ് ഓരോന്നിനെ പറ്റിയും സംസാരിക്കുന്നത്, ഓരോ ബുക്കിനെ കുറിച്ച് സംസാരിക്കുന്നത്, ഇത്രയ്ക്കൊന്നും ഇല്ലല്ലോ എന്ന്. അത് നമ്മുടെ കാഴ്ചപ്പാടുകൾ അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും. എനിക്ക് തോന്നുന്ന, എനിക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകം നിങ്ങൾക്ക് ഇഷ്ടപ്പെടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന പുസ്തകം എനിക്ക് ഇഷ്ടപ്പെടാനും ഒരു തരത്തിലുള്ള അങ്ങനെ വരില്ലല്ലോ. വി ആർ ഡിഫറെന്റ് അല്ലെ? അപ്പൊ ആ ഒരു കൺസെപ്റ്റ് ഇതിനകത്തുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചില പുസ്തകങ്ങളെ കുറിച്ച് പറയുമ്പോൾ വാ തോരാതെ ഇങ്ങനെ സംസാരിക്കുകയും എനിക്ക് എന്റെ ഇഷ്ടം അതിൽ കൂടെ കാണിക്കുകയും ചെയ്യുന്നത്. അത് ഒരിക്കലും ഞാൻ ഒരു പുസ്തകത്തിനെ ഇതായിട്ടല്ല, അല്ലെങ്കിൽ ആരുടെയും പ്രേരണ മൂലമൊന്നും അല്ല. എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അത് പറയും. ഇതുപോലെ ഇഷ്ടപ്പെടാത്തതും പറയും. പിന്നെ പരമാവധി ഇഷ്ടപ്പെടാത്തത് ഞാൻ ഒതുക്കി കളയാറുമുണ്ട്. അപ്പം കോളിൻ ഹൂവറിന്റെ ഒരു ആരാധിക എന്നുള്ളൊരു നിലയ്ക്ക് എനിക്ക് ഈ ഒരു പുസ്തകത്തെ കുറിച്ച് കൂടി നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടിണ്ടായിരുന്നു. അപ്പോ വായിക്കാൻ ഇത് എടുക്കാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും വായിക്കണം. ചിലപ്പോൾ എന്റെ പോലെ ആയിരിക്കില്ല നിങ്ങൾക്ക്. ഞാൻ എന്റെ ഒരു ഒപ്പീനിയൻ ഈ പുസ്തകത്തെ കുറിച്ച് പറഞ്ഞു എന്ന് മാത്രം. അപ്പോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഈ പുസ്തകവുമായിട്ടായിരുന്നു. എന്റെ ഈ ഒപ്പീനിയൻ ആയിട്ടുള്ള ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എത്രത്തോളം ഇഷ്ടപ്പെട്ടു എന്ന് അറിയാൻ എനിക്ക് ഒരുപാട് ആഗ്രഹമുണ്ട്. അതുപോലെ കമന്റ് സെക്ഷനിൽ വന്നിരുന്നു എന്റെ ബുക്ക് കളക്ഷനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ഞാൻ എന്തായാലും നെക്സ്റ്റ് എപ്പിസോഡിൽ അത് തന്നെ ചെയ്യാനായിട്ടാണ് ആഗ്രഹിച്ചിരിക്കുന്നത്. അപ്പോ എന്റെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ എന്നെ അറിയിക്കുക. എന്റെ ഇൻസ്റ്റഗ്രാം ഐഡി ആണ് മൈ വ്യൂസ് ബൈ ലക്ഷ്മി. അപ്പൊ ആളുകൾക്ക് ഫോളോ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ അതിൽ ഫോളോ ചെയ്യാം. നമുക്ക് മെസ്സേജ് വഴി നമുക്ക് ചാറ്റ് ചെയ്യാവുന്നതാണ് പുസ്തകത്തെ കുറിച്ച്. അപ്പോ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ ദിസ് ഇസ് രാജലക്ഷ്മി സൈനിങ് ഓഫ്.